മാവേലിയോടൊപ്പം 25-ൽ പരം കാറുകളും 1 ലക്ഷം രൂപയുടെ സമ്മാനങ്ങൾ ഒരുപാട് പേർക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന, അങ്ങനെ ഒരുപാട് ഏതെടുത്താലും നിരവധി സമ്മാനങ്ങളും ഓഫറായിട്ടുള്ള നമ്മുടെ മൈജി ഫ്യൂച്ചർ, കണ്ണൂർ താണയിലുള്ള മൈജി ഫ്യൂച്ചറിൻ്റെ തൊട്ട് മുന്നിലാണ് ഇപ്പോൾ ഞാനും മാവേലിയോടൊപ്പം എന്ന പരിപാടിയായിട്ട് നിൽക്കുന്നത്. ഇനി നേരെ മൈജിയോട്ട് കയറി പോകുന്നു. അവരുടെ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽസ് ആയി ചോദിച്ച് പ്രിയപ്പെട്ട പേരൻസിനോട് പറയാം. ഇതന്നെ എല്ലാവരും സുഖമല്ലേ? നമ്മളെ ഓണമൊക്കെ അടുത്ത് വരികയാണ്. അപ്പം നന്നായിട്ട് ജാഗ്രതയാക്കുക, കച്ചവടത്തിലും അതുപോലെ സദ്യയൊക്കെ ഒരുക്കി ഭംഗിയാക്കുക. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഓണം അഡ്വാൻസ് ആയിട്ട് മാവേലിയിൽ വക. ഹലോ, നമസ്കാരം. ഹാപ്പി ഓണം. എന്തുണ്ട് നിലവാരം? നല്ല രീതിയിൽ ഓക്കെ. അങ്ങനെ നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഒരുപാട് കാറുകൾ, അതായത് എണ്ണിയാൽ തീരാത്ത അത്രയും കാറുകളും 1 ലക്ഷം രൂപ ഒരുപാട് പേർക്ക് അങ്ങനെ ഒരുപാട് സമ്മാനങ്ങൾ വാരിക്കോരി കൊടുത്തുകൊണ്ടിരിക്കുന്ന മൈജി ഫീച്ചർ താണയിലുള്ള ഷോറൂം. അപ്പോൾ നമ്മളിതിൻ്റെ വേണ്ടപ്പെട്ട ആൾക്കാരുണ്ട്. സാറിൻ്റെ പേര്? എൻ്റെ ഒരു അഭിലാഷ് എന്നാണ്. ഞാൻ മൈജിയുടെ ബിസിനസ് ഡെവലപ്മെന്റ് മാനേജറാണ്, കണ്ണൂർ റീജിയൻ ഹാൻഡിൽ ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഈ ഓണത്തിന് മൈജി കസ്റ്റമേഴ്സിനായിട്ട് 30 കോടി വില മതിക്കുന്ന ഡിസ്കൗണ്ടുകൾ സമ്മാനങ്ങളുമാണ് കൊടുക്കുന്നത്. 30 കോടി വില മതിക്കുന്നത്, 30 കോടി വില മതിക്കുന്നത്. അതിൽ ബമ്പർ പ്രൈസ് ആയിട്ട് വരുന്ന BMW കാറാണ്. അതോടൊപ്പം കസ്റ്റമേഴ്സിനായി 20 കാറുകൾ വേറെ സെപ്പറേറ്റ്, അതുപോലെ 25 സ്കൂട്ടറുകൾ കൊടുക്കുന്നുണ്ട്. 1 ലക്ഷം രൂപ വീതം 100 പേർക്ക് കൊടുക്കുന്നുണ്ട്. ഇതോടൊപ്പം 50 ഇന്റർനാഷണൽ ട്രിപ്പ്, 25 കപ്പിൾസിന്. ഇത് കൂടാതെ സ്ക്രാച്ച് ആൻഡ് വിന്നിലൂടെ ഉറപ്പായ സമ്മാനങ്ങൾ വേറെയുണ്ട്. അപ്പൊ കസ്റ്റമേഴ്സിന് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ ഓണത്തിന് ഒരുപാട് ഓഫേഴ്സിന്റെ ഒരു പെരുമഴയാണ് മൈജി ഒരുക്കിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും വരിക, വന്നിട്ട് ഇതൊന്ന് ഈ ഒരു ഓണം ഏറ്റവും നല്ല രീതിയിലാക്കാൻ വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്യാം മൈജിയോട്. അതായത് നമ്മള് ഈ മൈജിന്ന് പർച്ചേസ് ചെയ്യുന്നുള്ള ഏറ്റവും വലിയ, അതിനെക്കാട്ട് ഏറ്റവും വലിയ സംബന്ധം അറിയോ, ജനങ്ങൾക്ക് സമ്മാനങ്ങൾ നൽകുക എന്നുള്ള ഏറ്റവും വലിയ കാര്യം അതാണ്. അതായത് പിന്നെ 25ഓളം കാറുകൾ, പിന്നെ ബൈക്ക് എത്രയാണ്? 25 സ്കൂട്ടർ, 1 ലക്ഷം രൂപ എത്ര പേർക്ക്? 1 ലക്ഷം രൂപ 100 പേർക്ക്. പിന്നെ സമ്മാനങ്ങൾ കൈനിറെ വാരിക്കോരി കൊടുക്കുന്നുണ്ട്. പിന്നെ സ്ക്രാച്ച് ആൻഡ് വിന്നിലൂടെ സമ്മാനങ്ങൾ, പിന്നെ ഓരോ പർച്ചേസിനും ഉറപ്പായ സമ്മാനങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ ഏറ്റവും നല്ല ഡിസ്കൗണ്ടാണ് നമ്മൾ കൊടുക്കുന്നത്, കസ്റ്റമേഴ്സിനായിട്ട് കൊടുക്കുന്നത്. കസ്റ്റമേഴ്സിന് ഏറ്റവും കംഫർട്ടബിൾ റേറ്റിലാണ് പ്രൊഡക്റ്റ് നമ്മൾ കൊടുക്കുകയും ചെയ്യുന്നത്. ഇപ്പം 150-ലേറെ ഷോറൂംസും ഓൾ കേരളയിലുണ്ട്. അപ്പോൾ കണ്ണൂർ റീജിയനിലെ ഏറ്റവും വലിയ ഷോറൂമാണ് ഇപ്പം നമ്മൾ ഇവിടെ കണ്ണൂർ ഫീച്ചർ ഷോറൂം. ശരിക്കും ഇങ്ങനെ, അതായത് ഇത്രയും സമ്മാനങ്ങൾ വാരിക്കോരി കൊടുക്കാൻ എങ്ങനെയാണ് മൈജിക്ക് കഴിയുന്നത്? പലരും ചോദിക്കുന്ന ചോദ്യമാണ്. അതായത് നമ്മളെ കസ്റ്റമർ സപ്പോർട്ട് തന്നെയാണ് മൈജിക്ക് അങ്ങനെ സമ്മാനങ്ങൾ കൊടുക്കാൻ പറ്റുന്നത്. അത്രയും ട്രസ്റ്റാണ് മൈജിക്കുള്ളത്. ഈ ഒരു പിന്നെ ഓൾ കേരള നോക്കിക്കഴിഞ്ഞാൽ എല്ലാ ജില്ലകളിലും നിങ്ങളെ അടുത്ത് തന്നെ ഓരോ ഷോറൂമുകളായിട്ട് മൈജി നിങ്ങൾ കൂടെ തന്നെ ഉണ്ട്. ആ വിശ്വാസം തന്നെയാണ് നമ്മൾ കസ്റ്റമർക്ക് അങ്ങോട്ട് തിരിച്ചും കൊടുക്കുന്നത്. അതായത് മഞ്ജുവാർ, ടൊവിനോ, ജാസി ഗിഫ്റ്റ് അടക്കം വന്നു. അതെ. എന്താ അതിന്റെ ഒരു പിന്നെ സീക്രട്ട് എന്താണ്? അത് നമുക്ക് ജനങ്ങളിലേക്ക് കൂടുതലായിട്ട് കസ്റ്റമേഴ്സിലേക്ക് സർവീസും അതുപോലെ തന്നെ ആ കസ്റ്റമറെ നമ്മളെ റിപ്പീറ്റേഷൻ കസ്റ്റമർ ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളെ ഒരു പൈപ്പ് ലൈനിൽ കംപ്ലീറ്റ്ലി ഓൾ കേരള മൈജി ഓപ്പൺ ചെയ്തിരിക്കുന്നത്. അതായത് ഒരു കസ്റ്റമേഴ്സ് പോലും നമ്മളെ കീഴിൽ നിന്ന് ഒരു സർവീസ് കിട്ടാതെ പോകരുത് എന്നുള്ള ഒരു ഫോക്കസ് ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഇത്രയും വളർന്നിട്ട് കസ്റ്റമേഴ്സിലേക്ക് കൊടുക്കുന്നത്. ഷിനാജ്, കാറ്റഗറി ബിസിനസ് മാനേജർ. പവനേഷ്, ബിസിനസ് മാനേജറാണ്. ഈ മൈജി ഫീച്ചർ കണ്ണൂരിലെ ബിസിനസ് മാനേജർ. മൈജി പുതിയതായിട്ട് എവിടെ വരാൻ പോകുന്നത്? കളിപ്പറമ്പ് പുതിയ ഷോറൂം ഓപ്പൺ ചെയ്യുന്നത് 13-നാണ് ഇനോഗ്രേഷൻ വരുന്നത്. അപ്പോൾ അവിടെയും കസ്റ്റമേഴ്സിനായിട്ട് ഒരുപാട് ഓഫേഴ്സുകൾ മൈജി ഒരുക്കിയിട്ടുണ്ട്. മാവേലി, അതായത് കേരളത്തിൽ 150-ഓളം അല്ലെ, 150 ഷോറൂം ഉണ്ട്. നമ്മളൊന്നുമില്ല, മാവേലി പാതാളത്ത് കേരളത്തിലേക്ക് വരുമ്പോൾ തന്നെ എല്ലാം എവിടെ നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റുന്നത് മൈജിയാണ്. പുതിയ തലമുറക്ക്, ന്യൂ ജനറേഷൻ എന്ന് പറയുന്നവര് ഈ മൈജി അതാണ് അവരെ ഉള്ളത്. പഴയ ആളൊക്കെ നമുക്കത് പറഞ്ഞിട്ട് കാര്യമില്ല. അവരെ ആ കാലഘട്ടത്തിൽ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല.
പക്ഷെ പുതിയ കാലം ഏറ്റവും കൂടുതൽ അവരിഷ്ടപ്പെടുന്നത് മൈജിയാണ്. പിന്നെ സമ്മാനങ്ങൾ ഇഷ്ടംപോലെ കൊടുക്കുന്നത് അത് നമ്മുടെ ജനങ്ങളുമായിട്ടുള്ള ഒരു ആത്മബന്ധം, അതാണ്. പ്രത്യേകിച്ചും നമുക്കൊന്നും വേണ്ട, കുറച്ച് നമുക്ക്, കുറച്ച് നിങ്ങൾക്ക്, കുറച്ച് മറ്റുള്ളവർക്ക്, അങ്ങനെ എല്ലാവരും സന്തോഷിക്കുക, അതാണ്. കാരണം എല്ലാവരും ഒരുപോലെ സന്തോഷിക്കണം എന്നുള്ളതാണ് എൻ്റെ പോയിന്റ്. അതെ, ഇതില് ജനങ്ങളുടെ സപ്പോർട്ടാണ് മൈജിയെ ഈ 20 വർഷത്തിലേക്ക് എത്തിച്ചിരിക്കുന്നത്. ഇപ്പോൾ 70 ലക്ഷത്തിലേറെ കസ്റ്റമേഴ്സ് മൈജിക്ക് ഇപ്പം ഓൾ കേരള ഉണ്ട്. അപ്പോൾ നമ്മുടെ ഷാജി നമ്മുടെ CMD പറയുന്നത് ജനങ്ങൾക്ക് കസ്റ്റമേഴ്സിന് ഏറ്റവും നല്ല രീതിയിൽ ബെനിഫിറ്റ് കിട്ടുന്ന രീതിയിലുള്ള സെയിലാണ് ഉദ്ദേശിക്കുന്നത്. അതിനോടൊപ്പം ഒരു ചെറിയൊരു ലാഭം മാത്രമേ മൈജി ഒരുക്കുന്നുള്ളൂ. അതാണ് ഈ മൈജിയുടെ വിജയവും ഈ ജൈത്രയാത്രയുടെയും രഹസ്യവും. അതെ, അപ്പൊ എന്തായാലും ഇനിയും ഒരുപാട് ദൂരം സഞ്ചരിക്കാനുണ്ട്. ജനങ്ങളുടെ കൂടെ, കസ്റ്റമേഴ്സിന്റെ കൂടെ കൈനിറിയ സമ്മാനങ്ങൾ വാരിക്കോരി തന്നുകൊണ്ട് മൈജി യാത്ര തുടരുകയാണ്. അപ്പൊ ഈ വേളയിൽ കണ്ണൂർ വിഷൻ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മൈജിയുടെ ഒരു ഓണാശംസ പറഞ്ഞു. ഹാപ്പി ഓണം. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.